പക്ഷെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ ഷിപ്പ് പല സർവേക്കും ആ ഏരിയയിൽ പോകുന്നുണ്ടായിരുന്നു. ഓഗസ്റ്റിൽ പോയപ്പോഴും നമ്മൾ ഫസ്റ്റ് 5th കണ്ട അതേപോലെയുള്ള ഓയിൽ സ്പിൽ അവിടെ ഉണ്ട്. ഷിപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വിചാരിച്ച പോലെ ഇതുപോലെ മുങ്ങി കിടക്കല്ലായിരിക്കില്ല, ഇങ്ങനെ കിടക്കാം, അത് ഇതുപോലെ കിടക്കുന്നുണ്ടായിരിക്കും. അതേ സമയത്ത് ഷിപ്പിനകത്ത് കുറേ ക്രെയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഷിപ്പുകളിലും ഉണ്ടാവും. അതിനൊക്കെ കേബിൾസ് ഉണ്ടാവും. കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വണ്ണം കൂടിയ ഇരുമ്പ് കൊണ്ടുള്ള കയറുകളാണ്. സ്പിൽ എന്ന് പറയുന്നത് ഒരു 2 സ്ക്വയർ മൈൽ ഏരിയ ആണ്. അതുമല്ല ഫിഷിംഗ് അവിടെ ഒരു 25 സ്ക്വയർ മൈൽ ഏരിയയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ നാളുകളായിട്ട് കോസ്റ്റ് ഗാർഡ് ഇപ്പോഴും അത് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ചോദിച്ചുകൊണ്ടിരിക്കാൻ ഫിഷ് കഴിക്കാനുള്ള അത് അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം ഇല്ല എന്ന് നിങ്ങൾ വളരെ തറപ്പിച്ച് പറയുന്നു. പക്ഷേ ഇനി വരുന്ന ഫിഷറിയിൽ നമുക്ക് അതിൻ്റെ ഒരു കുറവുകൾ ഉണ്ടാവും. 2025 മെയ് 25 കേരള തീരത്ത് MSC എൽസ 3 എന്നുള്ള കപ്പൽ അപകടം സംഭവിക്കുന്നത്. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് പിന്നീട് മത്സ്യസമ്പത്തിനെയും പരിസ്ഥിതിയെയും കടലിനൊക്കെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള CMLRE പഠനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ സയൻറ്റിസ്റ്റുകളായ ഡോക്ടർ ഹാഷിം, ഡോക്ടർ സ്മിത ക്യൂവിനൊപ്പം സ്വാഗതം. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ എണ്ണക്കറ വരുന്നത്, പിന്നെ അവർക്ക് കിട്ടുന്ന മത്സ്യത്തിൻ്റെ നിറം മാറുന്നത്, ഇത്തരം ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെയാണ് കടലിനും കടൽ വെള്ളത്തിനും അതുപോലെ ആവാസ വ്യവസ്ഥക്കും ഇതെങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ പുതിയ പഠനപ്രകാരം എന്തെല്ലാം കാര്യങ്ങളാണ് പങ്കുവെക്കാൻ കഴിയുക എന്നുള്ളത്? നമ്മളവിടെ കൊച്ചി മുതൽ കന്യാകുമാരി വരെയുള്ള റീജിയനിൽ ഒരു 15 മൈൽ സെപ്പറേഷനിൽ സാമ്പിൾ ചെയ്തു. പല പാരാമീറ്റേഴ്സ്, അതായത് ഓയിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്, അത് എങ്ങനെയാണ് വെള്ളത്തിനെയും ജീവജാലങ്ങളെയും, അതുപോലെ സെഡിമെൻറ്റ്, അതിന് താഴെയുള്ള സെഡിമെൻറ്റ്, അതിൽ വസിക്കുന്ന ജീവജാലങ്ങൾ, ഇവയൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും സാമ്പിൾസ് 23 ലൊക്കേഷനിൽ കളക്ട് ചെയ്തു. അപ്പം ഇതിൽ ഒരു ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരിൽ കാണുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അരക്ക് ഏരിയയിൽ കണ്ട ഓയിൽ സ്പില്ലാണ്. ഒരു 2 സ്ക്വയർ മൈൽ ഏരിയയിൽ ഓയിൽ സ്പില്ല് നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2nd കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. 25 ഷിപ്പ് മുങ്ങി. 2 കൊച്ചിയിൽ നിന്ന്, ജൂൺ 2 കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ജൂൺ 5 നമ്മൾ ആ സ്പോട്ടിലെത്തി. അതായത് പുറക്കാട് ഓഫ് 54 മീറ്റർ ആഴമുള്ള ഏരിയയിൽ ഞങ്ങളുടെ ഷിപ്പിനകത്തുള്ള ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫിഷറി ഓഷനോഗ്രാഫി റിസർച്ച് വെസൽ സാഗർ സമ്പദ. അതിൽ ലോങ് റേഞ്ച് സോണാർ ഉണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ഷിപ്പിൻ്റെ റെക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൂടാതെ കോസ്റ്റ് ഗാർഡിൻ്റെ 2 ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള. അവരും ഹെൽപ്പ് ചെയ്തു നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവിടെ നമുക്ക് നന്നായിട്ട് ഓയിൽ സ്പില്ല് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഇമ്പാക്റ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കളക്ട് ചെയ്ത് ഇപ്പം വാട്ടർ സാമ്പിളിനും സെഡിമെൻറ്റിലെ ജീവികളുടെയും, ഞാൻ പറഞ്ഞതുപോലെ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ പലതരം സൂപ്ലാങ്ക്ടൺ, ഫൈറ്റോ പ്ലാങ്ക്ടൺ, ഇത്രയും കാറ്റഗറീസ് ഉണ്ടാവും. അതിനകത്ത് പ്രത്യേകിച്ച് ഫിഷ് എക്സ് ലാർവ. കാരണം ഇത് ഒരു മൺസൂൺ സീസൺ തുടങ്ങിയ സമയത്തായിരുന്നു. നമുക്ക് ഈ വർഷം മെയ് തൊട്ട് മഴ കിട്ടി. അത് കഴിഞ്ഞിട്ട് മെയ് എൻഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം മഴക്കാലം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ മീനുകളെല്ലാം പ്രജനനകാലം തുടങ്ങുന്നു എന്നാണ് അർത്ഥം. അപ്പം ഇത് ആക്റ്റീവായിട്ട് പ്രജനനകാലം, ഒരു ആക്റ്റീവ് പ്രജനന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. അതും ഒരു ഇനീഷ്യൽ കാലഘട്ടം. ആദ്യത്തെ പ്രജനന സമയം എന്ന് പറയുന്നത് അത് ഭയങ്കര ആക്റ്റീവായിരിക്കും. കൂടുതൽ ഫിഷസ് മുട്ടയിടുന്ന സമയമാണിത്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളിത് നോക്കുന്നത്. അപ്പം ഇത്രയും സാമ്പിളിനകത്ത് നിന്ന് നമുക്കിതിനകത്തെല്ലാം നമ്മൾ ഓയിൽ കണ്ടൻറ്റ്, പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നുള്ള കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് ഹൈ ആയിരുന്നു ഈ സ്ഥലത്തൊക്കെ. ഇതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു ഇത്. ഇതിൻ്റെ നമ്മൾ ഈ പരിശോധന ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കടലിന് അല്ലെങ്കിൽ മത്സ്യസമ്പത്തിന് അതല്ലെങ്കിൽ പരിസ്ഥിതിക്ക് സ്വാഭാവികമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഘാതം, അത് എന്താണ് ഇതിൻ്റെ ഒരു പ്രൈമറി ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുന്നത്?
നമ്മൾ ഫസ്റ്റ് ആദ്യം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. നമ്മൾ എങ്ങനെയാണ് എന്താണ് സാമ്പിൾ കളക്ട് ചെയ്തത്. Yes. സോ നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ആ സമയത്ത് ടുവേർഡ്സ് നോർമലി നമ്മളൊരു കറണ്ട് മൂവ്മെൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വാട്ടർ മൂവ്മെൻറ്റ് ടുവേർഡ്സ് സൗത്തിലോട്ടാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പ് റക്ക് നടന്ന സ്ഥലം പുറക്കാട്, ദാറ്റ് ഈസ് നിയർ ടു ആലപ്പി, ആ സ്ഥലത്താണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ കൊച്ചി അതൊരു റെഫറൻസ് സ്റ്റേഷനായിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. വി അസ്യൂം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. റെഫറൻസ് സ്റ്റേഷനാണ് നമുക്ക് ഓഫ് കൊച്ചി കിടക്കുന്നത്. അത് കഴിഞ്ഞ് ടുവേർഡ്സ് അപ് ടു കന്യാകുമാരി വരെ. അങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടർ സ്മിത പറഞ്ഞ പോലെ തന്നെ ഇത്രയും സ്റ്റേഷൻസ് നമ്മൾ സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലാങ്ടണിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്ലാങ്ടണിൽ വരുന്ന ഒരു കാര്യം രണ്ട് തരത്തിലാണ് ഓർഗാനിസം നമ്മൾ മാറ്റുന്നത്. കടലിലെ ഓർഗാനിസം ഒന്ന് പ്ലാങ്ടൺസും നെക്ടൺസും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്ലാങ്ടൺ പ്ലവകങ്ങൾ പ്ലവകങ്ങളാണ്. സ്വയം മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ നെക്ടൺസ് എന്നും, അത് കറണ്ടിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം ജീവികളെ നമ്മൾ പ്ലാങ്ടൺസ് എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് പ്ലാങ്ടൺസിൽ തന്നെ വരുന്ന ഈ ഫിഷ്, എഗ്സും ലാർവയൊക്കെ നമ്മൾ പ്ലാങ്ടണിലാണ് പെടുത്തുന്നത്. ബേസിക്കലി എന്ന് വെച്ചാൽ അതിന് സ്വയം കറണ്ട് അഗെയിൻസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ പ്ലാങ്ടൺസിൽ ക്ലിയർ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ്, അതിൻ്റെ ബോഡിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ എണ്ണപ്പാട് അവിടെ കണ്ടുന്നുള്ളത് ഓക്കെ. ഇത് ഈ കടൽ വെള്ളത്തിനും അതുപോലെ മത്സ്യസമ്പത്തിനൊക്കെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് അതൊരു ഓൾറെഡി അവിടെ പിന്നെ ഇത്രയും പ്രൊഫസർ പറഞ്ഞല്ലോ, നമ്മളവിടെ ഇതൊരു പ്രജനന കാലമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ലോണം ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ക്രൂയിസ് കുറച്ച് വൈകിച്ചത് 25-ാം തീയതി നടന്ന് നമുക്ക് 2-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിന് വെച്ചാൽ നമുക്കൊരു വിൻഡോ പീരീഡ് വേണം. എന്ന് വെച്ചാൽ ആ സമയത്ത് ഭയങ്കര സ്റ്റേജ് വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ഒരു അത്യാവശ്യം നല്ലോണം ഓയിൽ സ്പിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഞങ്ങൾ ഇത്രയും ദിവസം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ പോലും ഇത്രയും എന്താ പറയുക ഏരിയയിലോട്ട് അത് സ്പ്രെഡ് ആയിട്ടുണ്ട്. 5th അവിടെ ചെല്ലുന്നത്. ആൻഡ് ഓയിൽ സ്പില്ല് കണ്ടത് 2 സ്ക്വയർ മൈൽ ഏരിയയോളം ഉണ്ട്. പക്ഷെ 4th അവിടെ കോസ്റ്റ് ഗാർഡ് ഒരു ക്ലീനിങ് നടത്തിയിട്ടുണ്ട്. ഓയിൽ ഫസ്റ്റ് അവർ കംപ്ലീറ്റ് ക്ലീനിങ് അവിടെ ബൂം വെച്ചു, അത് സക്ക് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. എന്നിട്ടും അവിടെ നമുക്ക് വിസിബിൾ ആയിട്ട് സ്പില്ല് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം വരുമ്പം ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഫിഷ് എക്സ് ആൻഡ് ലാർവയിൽ അത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ സാമ്പിൾ എല്ലാം ഒരു ഡീക്കേഡ് ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ ഈ ഒരു ബയോ അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുന്ന ഒരു ഇൻഡിക്കേറ്റീവ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓയിലുള്ള ഏരിയയിൽ പോളി അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. അതിൻ്റെ അളവ് നോർമലി ഒരു ഉള്ളതിനേക്കാളും എത്രയോ 10 മടങ്ങ് കൂടുതലാണ് അതിന്റെ ബോഡിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു 5 to 10 ppb പാർട്സ് പെർ ബില്യൺ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ മലയാളീകരിക്കുമ്പോൾ ഒരു പക്ഷെ അതിന് നമുക്ക് ഇപ്പൊ കിട്ടിയ 230 ആ റേഞ്ചിലാണ്. നോർമലി 5 ആണ് മരീനിൽ കിട്ടുന്നത്. അപ്പം 230 അത്രയും കൂടുതലാണ് അത് വന്നിരിക്കുന്നത്, പ്രസൻസ് ഉള്ളത്. അതുകൂടാണ്ട് ഇത് ഇപ്പം ഹാഷിം പറഞ്ഞതുപോലെ തന്നെ ഓയില് സർഫസിൽ വളരെ തിന്നായിട്ടുള്ള ലെയർ ആയിരുന്നു. ആൻഡ് 30 മീറ്ററിൽ കുറച്ചുകൂടി ഡെൻസായിട്ട് വേറൊരു ലെയർ ഉണ്ടായിരുന്നു. അവിടുത്തെ വാട്ടറിൽ നമ്മളിപ്പം പല ഡെപ്തിൽ നിന്ന് നമ്മൾ വാട്ടർ കളക്ട് ചെയ്യും, അതുപോലെ പ്ലാങ്ടണും കളക്ട് ചെയ്യും താഴെ വരെ. അപ്പോൾ അതിൽ 30 മീറ്ററിലായിരുന്നു ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനിൽ ഓയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുകൂടാണ്ട് താഴെ നമ്മൾ ഒരു നമ്മുടെ കയ്യിൽ ഒരു അണ്ടർ വാട്ടർ ക്യാമറ ഇല്ലായിരുന്നു ശരിക്കും. പക്ഷെ നമ്മളൊന്ന് എന്താ പറയുക മാനേജ് ചെയ്ത് നമ്മുടെ ഗോപ്രോയും അതിനൊരു കേസും നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറയെ നമ്മൾ കളക്ട് ചെയ്ത്, കാരണം ഇത് ഒരു സഡൻ പ്ലാൻഡ് ജേർണി ആയിരുന്നു. ഞങ്ങൾക്ക് ROV ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് വിത്ത് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്താണ്. അപ്പൊ അതൊന്നും മൊബിലൈസ് ചെയ്യാനുള്ള സമയമല്ലേ. കാരണം ഞങ്ങളോട് കോസ്റ്റ് ഗാർഡിനെ അപ്രോച്ച് ചെയ്തപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇതിനകത്ത് നമുക്ക് 2 ദിവസമാണ് ശരിക്കും പ്രിപ്പറേഷൻ. ഇങ്ങനെ ഒരു പൊല്യൂഷൻ ഇമ്പാക്ട് സ്റ്റഡി നമുക്ക് ഫസ്റ്റ് ടൈം. യാത്ര മുതൽ ഡിസൈൻ എന്ന് പറയാം. അതായത് എത്ര പേരുണ്ടായിരുന്നു സംഘത്തിൽ, പിന്നെ 23 പ്രദേശങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു. അതിന്റെ രീതി എങ്ങനെയാണ്, പിന്നീട് ഇത് റിപ്പോർട്ട് ആവുന്നത് വരെയുള്ള ഒരു പ്രൊസീജിയർ ഒന്ന് പറയായിരുന്നെങ്കിൽ. ഓക്കെ,
അതിൽ ഇപ്പം നമ്മുടെ സംഘത്തിൽ ഇപ്പം ഷിപ്പിൽ നമ്മൾ നോർമലി പോകുമ്പം ഒരു ക്രൂയിസ് എന്നാണ് നമ്മൾ പറയുക. ഓരോ സയൻറ്റിഫിക് വോയേജിനും ക്രൂയിസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ 14 പേര് സയൻറ്റിഫിക് റിസർച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാനും ഹാഷിം പിന്നെ ഒരു ഡോക്ടർ കുസും കോമൽ എന്ന് പറഞ്ഞിട്ട് ഒരു സയൻറ്റിസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പാണ് 3 പേരുടെയും ഗ്രൂപ്പാണ് പല വിഷയങ്ങളിലും ഇത് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്തത്. അതുകൂടാണ്ട് നമുക്ക് സപ്പോർട്ടിന് 2 ഫിഷിംഗ് കോംപ്ലിമെൻ്റ്, അത് നമ്മളെ ഡെക്ക് ഹാൻഡ്സ്, നമ്മുടെ തന്നെ ഓഫീസിൽ നിന്നുള്ള ടെക്നിക്കൽ സപ്പോർട്ട് 2 പേരും. അതുകൂടാതെ പിന്നെ നമ്മൾ ഷിപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ സ്റ്റാഫ്, ക്രൂ, ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, സയന്റിഫിക് ആയിട്ടുള്ള അപ്പൊ ഞങ്ങള് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കളക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഫുള്ളി, അതായത് അറ്റ്മോസ്ഫിയർ തൊട്ട് ഫിഷ്, വിൻഡ്, അതുപോലെ വാട്ടറിന്റെ ഫ്ലോ, വാട്ടറിന്റെ ടെമ്പറേച്ചർ, സലൈനിറ്റി, ഡെൻസിറ്റി, pH, അങ്ങനെ ഒരു 38ഓളം പാരാമീറ്റേഴ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോർമലി അങ്ങനെ ചെയ്യാറുണ്ട്, ഇതിനകത്തും അത് മാക്സിമം ചെയ്തിട്ടുണ്ട്. വാട്ടർ സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ വെള്ളം സാമ്പിൾ ചെയ്യും. അതിനൊരു നമുക്കൊരു എക്യുപ്മെന്റ് ഉണ്ട്. ആ എക്യുപ്മെന്റ് പേര് CTD എന്ന് പറയും, കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ ഡെപ്ത് സെൻസറിലൊരു. അതിൻ്റെ കൂടെ തന്നെ നിസ്കിൻ ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ഏതെങ്കിലും ഡെപ്തിലോട്ട് സാധനം ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പർട്ടിക്കുലർ ഡെപ്തിൽ വെച്ച് നമുക്ക് ആ ബോട്ടിൽ ക്ലോസ് ആവും. പിന്നെ അതിനകത്ത് വേറെ ഒരു ഇത് സംഭവിക്കില്ല. അതുപോലെ തന്നെ അത് ഓരോ ഡെപ്തിൽ നമ്മളത് ശേഖരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു സെൻസേഴ്സ് ഉണ്ട്. അതിൻ്റെ ഡേറ്റ നമുക്ക് അപ്പോൾ തന്നെ കിട്ടും. നമ്മൾ ജസ്റ്റ് നമ്മൾ ആ സാധനം ഡിപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അതാണ് ഒരു എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. വേറെ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ബോങ്കോ എന്ന് പറഞ്ഞൊരു നെറ്റാണ്. അത് സർഫേസിലാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. അത് സർഫേസിലുള്ള പ്ലാങ്ക്ടൺസിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോങ്കോ നെറ്റ്. അത് പിന്നെ ഒരു MPN എന്ന് പറഞ്ഞ ഒരു വല ഉണ്ട്. അത് വലയല്ല ആക്ച്വലി, ഇതെല്ലാം ഒരു കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ്. അത് നമ്മൾ ഡയറക്റ്റ് താഴത്തോട്ട് ഇറക്കി വിടും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഡിഫറെൻറ്റ് ഡെപ്തിൽ വെച്ച് നമ്മൾ ആ നെറ്റുകൾ ക്ലോസ് ആവും. ഓരോ ഇപ്പം നമ്മൾ 100 മീറ്ററിലാണ് നമ്മൾ നെറ്റ് ഇരിക്കുന്നത്. അത് വിൽ ലിഫ്റ്റ് ടു 50 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ ആ നെറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ അതുവരെയുള്ള ചെറിയ ഓർഗാനിസം അതിനകത്ത് കൂടുന്നുണ്ടാവും. അങ്ങനെയാണ് MPN. നെക്സ്റ്റ് പിന്നെ ഡോക്ടർ സ്മിത പറഞ്ഞ പോലെ നമ്മളിതിൻ്റെ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് ADCP എന്നാണ് പറയുന്നത്. അക്വാസ്റ്റിക് ഡോപ്ലർ കറന്റ് പ്രൊഫൈലർ എന്നാണ് ഒരു എക്യുപ്മെൻറ്റ്. അത് ഷിപ്പിൻ്റെ ഹള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. പിന്നെ ഡെപ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ആ ഡെപ്ത് നമ്മൾ അവിടുത്തെ ബയോമാസ് അതൊക്കെ കണ്ടെത്താൻ വേണ്ടി എക്കോ സൗണ്ടർ, നമ്മളൊരു സയൻറ്റിഫിക് എക്കോ സൗണ്ടർ എന്ന സാധനമുണ്ട്. EK60 EK80 എന്നുണ്ട് സയൻറ്റിഫിക് എക്കോ സൗണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു പ്രൈമറി ക്ലീനിങ് കഴിഞ്ഞ ശേഷമാണല്ലോ നിങ്ങൾ അവിടെ എത്തുന്നത്. ആ സമയത്തും എണ്ണച്ചോർച്ച കാണുന്നുണ്ടെങ്കിൽ ഈ അപകടം സംഭവിച്ച സമയത്തുള്ള എണ്ണച്ചോർച്ചയ്ക്ക് ശേഷം പിന്നീടും ആ ചോർച്ച തുടർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുണ്ട് എന്ന് പറയാൻ കാരണം, നമ്മൾ ഫസ്റ്റ് 5th അവിടെ ചെന്നു. നമുക്ക് ഇതുപോലെ കുറച്ച് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രീവിയസ് ഡേയിലെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 11th വീണ്ടും അവിടെ റീവിസിറ്റ് ചെയ്തു. ആ സമയത്ത് നമുക്ക് സർഫസിലെ ഓർഗാനിസത്തിലാണ് കൂടുതൽ ഇതുപോലെ പോളി അരോമാറ്റിക് ഹൈഡ്രോകാർബൺ അതുപോലെ എല്ലാ സംഭവങ്ങളും കൂടുതൽ കണ്ടിരിക്കുന്നത്, കൂടുതൽ ഡാമേജ് കണ്ടത് സാമ്പിളിൽ. പക്ഷെ വിസിബിളി നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓയിൽ സ്പില്ല് എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും. പക്ഷെ അതിന്റെ വിസ്കോസിറ്റിയിൽ, വാട്ടറിന്റെ വിസ്കോസിറ്റി നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പം ആ രീതിയിൽ ഓയിൽ സ്പില്ല് ഉണ്ടായിരുന്നു എന്നറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ ഷിപ്പ് പല സർവേക്കും ആ ഏരിയയിൽ പോകുന്നുണ്ടായിരുന്നു. ഓഗസ്റ്റിൽ പോയപ്പോഴും നമ്മൾ ഫസ്റ്റ് 5th കണ്ട അതേപോലെയുള്ള ഓയിൽ സ്പില്ല് അവിടെ ഉണ്ട്. ഈ ഓയിൽ സ്പില്ല് നിലനിൽക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതായത് ഇപ്പോൾ കടലിനാണെങ്കിലും അല്ലെങ്കിൽ മത്സ്യസമ്പത്തിനാണെങ്കിലും, അതിൽ കടലിൻ്റെയും മത്സ്യങ്ങളുടെയൊക്കെ ആവാസ വ്യവസ്ഥക്കൊക്കെ ഇതെങ്ങനെയാണ് ഓയിൽ സ്പില്ല് അവിടെ തുടരെ നിലനിൽക്കുന്നു, ഉണ്ടാക്കുന്ന അപകടം എത്രത്തോളാണെന്നുള്ളത്? ഇത് പല രീതിയിൽ, അതായത് ഒന്നാമത് ഇതിൻ്റെ ഗ്രോത്തിൽ കാര്യമായിട്ടുള്ള മ്യൂട്ടേഷൻ സംഭവിക്കാം. ഒരു കാര്യം അത് ഇപ്പം ഫിഷസ് ആണെങ്കിൽ
ചില ഫിഷസ് ഒക്കെ അവിടുന്ന് അല്ല എസ്കേപ്പ് ചെയ്ത് അതൊരു പോകും. നമ്മളത് ഒരു അതിനൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാവും. ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് 2 രീതിയിലുള്ള ഓർഗാനിസംസ്. അത് അതെ. സ്വയം മൂവ് ചെയ്യാൻ പറ്റുന്നത്. അത് കുറേയൊക്കെ അത് അവോയ്ഡ് ചെയ്യും, Yes. ഏരിയ അവോയ്ഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഇതിൻ്റെ തന്നെ ചെറിയ കുഞ്ഞു സൂക്ഷ്മജീവികൾ, കുഞ്ഞു ഫിഷസ് എന്ന് വെച്ചാൽ ജസ്റ്റ് മുട്ട വിരിഞ്ഞ പാടുള്ള അതിന് സ്വയം മൂവ് ചെയ്യാനുള്ള കഴിവില്ല. സോ അങ്ങനത്തെ ഫിഷസിലാണ്, അങ്ങനത്തെ ഓർഗാനിസത്തിലാണ് ഇതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അത് അവിടെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബയോ അക്യുമുലേഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഇത് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ, അത് വേറെ ഓർഗാനിസത്തിലോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അത് ഫസ്റ്റ് അത് കഴിക്കുന്ന ഇപ്പോൾ ഈ പ്ലാങ്ടൻസിന് കഴിക്കുന്ന ജീവികൾ അത് അവിടുന്ന് മൂവ് ചെയ്യും, അതിൻ്റെ ബോഡിയിലോട്ട് അതിൻ്റെ ഒരു അക്യുമുലേഷൻ, അത് ഡയറക്റ്റ് കൺസംഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ആവാസ വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ശാസ്ത്രീയപരമായി നോക്കുമ്പോൾ അതിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പം നമ്മൾ മെറ്റൽ കണ്ടന്റ്, ഇപ്പം നിക്കൽ, കാഡ്മിയം, ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള വെനേഡിയം, ഇതുപോലെയുള്ള മെറ്റലിന്റെ എമൗണ്ടും കോൺസെൻട്രേഷനും കൂടിയിട്ടുണ്ട് ജീവികളിൽ. അപ്പം ഇതൊക്കെ നമ്മുടെ കഴിക്കുന്ന, അതായത് ഇതിപ്പം പ്ലാങ്ക്ടനെ ഫിഷ് കഴിക്കും, ഫിഷിനെ വേറെ ഹയർ ലെവലിലുള്ള ഫിഷ് കഴിക്കും, ചിലപ്പം നമ്മൾ ഹ്യൂമനിലോട്ടും എത്തും. പക്ഷെ ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞു വരും. ഇത് ആ രീതിയിൽ നോക്കുമ്പം ഒരു മൈന്യൂട്ട് ലെവലിലുള്ള ട്രാൻസ്ഫർ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം നമ്മളിത് പെട്ടെന്ന് നമ്മുടെ റിപ്പോർട്ട് കാണുമ്പം ഇത് ഭയങ്കരമായിട്ട് ആളുകളുടെ പ്രധാനപ്പെട്ട സംശയം എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സൂക്ഷ്മജീവികളെ പ്രധാനപ്പെട്ട മത്സ്യങ്ങൾ കഴിക്കുന്നു, ആ മത്സ്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ പിടിച്ചിട്ട് നമ്മളുടെ തീന്മേശയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓൾറെഡി രാസമാലിന്യം കലർന്ന മത്സ്യത്തെ കഴിച്ച മത്സ്യമാണ് നമ്മൾ കഴിക്കുന്നത്. ഇതുണ്ടാക്കുന്ന നമ്മുടെ ഓർഗൻസിന് ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നുള്ളൊരു ആശങ്ക കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എണ്ണപ്പാട് അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിലക്കൊരു ആശങ്ക നമുക്ക് വേണ്ടതില്ല എന്നുള്ളത് ഇല്ല. ഇത് കാരണം ഈ ഒരു സ്റ്റഡി കൊണ്ട് അങ്ങനെ ഒരു സോഷ്യലി നമ്മൾ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ. കാരണം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്പിൽ എന്ന് പറയുന്നത് ഒരു 2 സ്ക്വയർ മൈൽ ഏരിയ ആണ്. അതുമല്ല ഫിഷിംഗ് അവിടെ ഒരു 25 സ്ക്വയർ മൈൽ ഏരിയയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ നാളുകളായിട്ട് കോസ്റ്റ് ഗാർഡ് ഇപ്പോഴും അത് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം ഇത് പിന്നെ ഇത് ഇത്രയും പാത്വേസ് ട്രാഫിക് ലെവലിൽ ട്രാവൽ ചെയ്ത് നമ്മൾ ഹ്യൂമൻ കൺസംഷൻ ആ ഒരു ഇതിലോട്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വളരെ കുറവാണ്. അത് മാത്രമല്ല, അതൊരു സോഷ്യൽ ആംഗിളിൽ നോക്കുകയാണ്. സോഷ്യൽ ആംഗിൾ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എന്ത് മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസും ഇപ്പം ആവാസ വ്യവസ്ഥയിൽ, അതിപ്പം സാധാരണയുള്ള ഒരു ന്യൂട്രിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഓഷന് അത് പ്രശ്നമാണ്. ഇതുപോലെ ഓയിൽ പൊല്യൂഷൻ, അതുപോലെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ വളരെ ഇപ്പം ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ പാത്വേസ് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിന് ഒരു ആൾട്ടർനേറ്റ് റിസോഴ്സ് ആയിട്ട് നമ്മൾ നാളെ കുറേ കാര്യങ്ങളും കൂടി നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേർണിയിലാണല്ലോ. അപ്പം അങ്ങനെ നോക്കി കാണുമ്പം നമ്മൾ ഈ ശാസ്ത്ര സമൂഹം ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതിൽ തന്നെ മത്സ്യത്തൊഴിലാളി ആളുകൾ, പല ആളുകളും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൊക്കെ പറയുന്ന ഒരു കാര്യം, അവരുടെ ഈ വലയിൽ എണ്ണക്കറ കൊടുക്കുന്ന അവർക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവർ മറ്റു കാര്യം പറഞ്ഞത്, ഈ ഡീസലിന്റെ ഗന്ധം വളരെ സീരിയസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ മത്സ്യം ആ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാത്തതും ഇവർക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പറഞ്ഞിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു സർവൈവ് ചെയ്ത് പോരാൻ എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലതാമസം ഉണ്ടാവും ഇനി എന്നുള്ളത് അത് ഗൗരവമുള്ള കാര്യമാണ് അവിടെ ആ ഏരിയയിലുള്ള. അതിനിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഒന്നാമത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ആ രീതിയിലുള്ള, അതായത് നമ്മൾ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഇത്തരം എന്താ പറയുക, ഇങ്ങനെയുള്ള ഇൻഡിക്കേഷൻസ് പഠിച്ച് കൊടുക്കുന്നത് വഴി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഇനി എടുക്കണം എന്നുള്ളത് കാര്യമായിട്ട് നോക്കേണ്ടതാണ്. അതുകൂടാണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിനൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് ഒരു ഗ്രൂപ്പ്
അത് ഉണ്ട് ശരിക്കും. നമുക്ക് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസ് അതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും മോണിറ്ററിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം ഇതിന് ശേഷം ഇത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം കോസ്റ്റ് ഗാർഡ് തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഈ മേഖലയിലുള്ള മോണിറ്ററിംഗ് വേണ്ടിയിട്ട്. അപ്പം അതുപോലുള്ള എന്താ പറയുക സ്ട്രിക്റ്റ് മോണിറ്ററിങ്, പിന്നെ ഓയിൽ സ്പിൽ ഉണ്ടായാൽ അതിൻ്റെ പാത്വേസ് എങ്ങനെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിനിപ്പം നമ്മുടെ തന്നെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻകോയ്സ്. അവരുടെ മോഡലിംഗ് സംവിധാനങ്ങളുണ്ട് ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നമ്മൾ ഇതെങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്, എത്രത്തോളം ഏരിയയിൽ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാവും, അതനുസരിച്ച് നമ്മളൊരു വാർണിംഗ് കൊടുത്തിട്ട് ചെറിയൊരു രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ ഈ വിഴിഞ്ഞം കൊച്ചി നല്ല ബിസി ആയിട്ട് വരുന്ന ആ സെക്ടർ നല്ലൊരു അതെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഇത് സംരംഭങ്ങളൊക്കെ കൂടുതൽ വരും തോറും നമ്മൾ ഈ രീതിയിൽ അതിന്റെ ഒരു പ്രിക്കോഷനും കൂടി നമ്മൾ എടുക്കണം. എത്ര കാലം ഓയിൽ സ്പിൽ ഉണ്ടാവും എന്ന് ചോദിച്ചതിന്റെ ഉത്തരമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അത് ആ ടാങ്ക് അത് അവിടെ കിടക്കുന്നിടത്തോളം കാലം അതിന്റെ ടാങ്കിനകത്തുള്ള ഓയിൽ തീരുന്നത് വരെ ആ സ്പില്ല് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും, സ്വാഭാവികമായും ഉണ്ടാവും. അപ്പൊ ഇത് അവര് പറഞ്ഞത് അവരത് പിന്നെ എന്താ സീൽ ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അത് നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ശരിക്കും അത് സാൽവേജ് അത് അവിടുന്ന് എടുത്ത് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതല്ല എല്ലാത്തോളത്തോളം കാലം പിന്നെ അതിനകത്തുള്ള കണ്ടാമിനൻസ് അത് ഉള്ള ഓയിലായിക്കോട്ടെ, മറ്റ് കണ്ടെയ്നറുകൾ, മറ്റ് സാധനങ്ങളായിക്കോട്ടെ, അതെല്ലാം അതിന്റെ ഇമ്പാക്ട് നടന്നുകൊണ്ടിരിക്കും അത് തീരുന്നത് വരെ. നിങ്ങൾ ഈ അപകടത്തിന് ഏകദേശം 7 ദിവസത്തിന് ശേഷമാണല്ലോ അവിടെ പോകുന്നത്. ഈ കപ്പൽ ഏത് നിരക്ക് മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ടോ? ഒപ്പം അതിന് 2-3 ആഴ്ചകൾക്ക് ശേഷം ഈ കൊല്ലം തീരത്തും അതുപോലെ ആലപ്പുഴയുടെ തീരത്തും ഇങ്ങോട്ട് എറണാകുളത്തിന്റെ ഈ സൈഡിലേക്കൊക്കെ ഇതിന്റെ അവശിഷ്ടങ്ങൾ വന്നതായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. പിന്നീട് കോസ്റ്റ് ഗാർഡിന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇനി അവശിഷ്ടങ്ങളൊന്നും വരുന്നില്ല, പൂർണ്ണമായി കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിക്കുമ്പോൾ സെപ്റ്റംബർ പകുതി കഴിഞ്ഞിട്ട് പോലും കണ്ടെയ്നർ കടലിലൂടെ ഒഴുകി നടക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പോർഷൻസ്, ബോക്സിന്റെ ഒക്കെ പോർഷൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പരിശോധനക്ക് പോയ സമയത്ത് അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത്? നമ്മൾ ഒരു ഫ്ലോട്ടിംഗ് സാധനങ്ങളും കണ്ടിട്ടില്ലായിരുന്നു, ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ കയ്യിലൊരു മാമൽ വാച്ചിനുള്ളൊരു ടെലസ്കോപ്പിക് കൈയുള്ള ഒരു ക്യാമറയുണ്ട്. അതിലൊരു 10 കിലോമീറ്റേഴ്സോളം ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഷിപ്പിന്റെ സേഫ്റ്റിയും കൂടിയാണ്. നമ്മൾ വി ആർ എക്സ്പെക്ടിങ്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളത് വാച്ചിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ ആ സമയത്ത് നമുക്ക് കണ്ടില്ല. ഈവൻ ഈ റക്ക് നടന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഒരു സാധാരണ കടൽ പോലെ തന്നെ കാണുന്നത്, ബട്ട് അതേസമയം അവിടെ കുറച്ച് ഓയിൽ സ്പില്ല് കണ്ടു എന്നല്ലാതെയും കണ്ടിട്ട് വേറെ അവിടെ പ്രതിഭാസം അത് വെള്ളത്തിന്റെ അടിയിലാണ് ഈ സാധനം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കപ്പൽ മൂവ് ചെയ്യാൻ നിങ്ങൾ മുകളിൽ കാണുന്ന പോർഷൻ പോലെ തന്നെ താഴത്തേക്കും കപ്പലിന് ഒരു ഭാഗമുണ്ട്. അതിന് പിന്നെ ഡ്രാഫ്റ്റ് എന്നാണ് ഞങ്ങൾ പറയാ. നമ്മളെ കപ്പലിന്റെ അടിയിൽ 6.5 മീറ്ററോളം വെള്ളത്തിന്റെ അടിയിലാണ് നമ്മൾ കപ്പലുകൾ. സോ അപ്പൊ നമ്മളതും വളരെ, അതുകൊണ്ട് നമ്മൾ 360 മീറ്റർ അടുത്ത് വരെ നമ്മൾ പോയി എന്ന് പറയാനുള്ള കാരണം അതിനും ക്ലോസ് ആയിട്ട് പോവാനുള്ള അവിടെ ഒരു ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം. കാരണം ഈ ഷിപ്പിന് എൽസയ്ക്ക് 38 മീറ്റർ ആണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ ഒരു ഓബ്ജക്റ്റ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് സോണാറിൽ കണ്ടു എന്നല്ലാതെ അതെങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് കറക്റ്റ് എത്ര ഡെപ്ത് വരെ അതിൻ്റെ പൊസിഷനിങ് അതുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഇനി അഥവാ അത് അതിനകത്ത് കണ്ടാലും അതിൻ്റെ ഒരു മാസ്റ്റ് ഉണ്ടാവുമല്ലോ ഷിപ്പിൻ്റെ, അത് ചിലപ്പം അതിന് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിപ്പിനെ അടിക്കാനും സാധ്യത. അതുകൊണ്ട് നമ്മളത് കെയർഫുൾ ആയിട്ടാണ് അവിടെ പോയത്. മീൻസ് അതിൻ്റെ മുകളിലൂടെ ട്രാവൽ ചെയ്യാനുള്ളൊരു ഇത് കാണിച്ചില്ല. ഞങ്ങൾ സേഫ് റൂട്ട് എടുത്തു, സാമ്പിൾ ചുറ്റുമുള്ള ഏരിയന്ന് ചെയ്തു. അങ്ങനെയാണ്. അത് മാത്രമല്ല കേബിൾസ് ഫ്ലോട്ട് ചെയ്തിരിക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഷിപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വിചാരിച്ച പോലെ ഇതുപോലെ മുങ്ങി കിടക്കല്ലായിരിക്കില്ല, ഇങ്ങനെ കിടക്കാം, അത് ഇതുപോലെ കിടക്കുന്നുണ്ടായിരിക്കും. അതേ സമയത്ത് ഷിപ്പിനകത്ത് കുറെ ക്രെയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഷിപ്പുകളിലും ഉണ്ടാവും. അതിനൊക്കെ കേബിൾസ് ഉണ്ടാവും. കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വണ്ണം കൂടിയ ഇരുമ്പ് കൊണ്ടുള്ള കയറുകളാണ്. അതുപോലും അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അത് ആ ഒരു റിസ്ക് ഫാക്ടറും കൂടി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മുകളിലൂടെ ട്രാവൽ ചെയ്യുന്നത്, ഷിപ്പ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള അപകടം എന്നുള്ളതല്ലേ.
അത് നമ്മൾ നേരെ നമ്മളെ പ്രൊപ്പറിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേബിൾ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കതൊരു അപകടം അപകടം ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ സാധ്യത. അതായത് ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പരിശോധനയ്ക്ക് പോകുമ്പോഴും എണ്ണച്ചോർച്ച അവിടെ നിലനിൽക്കും എന്ന് പറയുമ്പോൾ എത്രയൊക്കെ സീൽ ചെയ്ത് കഴിഞ്ഞാലും ഈ ഓയിൽ സ്പില്ല് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയല്ലേ? അപ്പോൾ അത് ഏത് സമയം വരെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം എന്നുള്ളൊരു ആശങ്ക ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് പറയുന്നത് അവിടെ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇനി ഫ്ലോട്ടിങ് സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ പോയ സമയത്ത് അവിടെ ഓയിൽ സ്പില്ല് ഉണ്ട് എന്നത് റിയാലിറ്റി ആണല്ലോ. അപ്പോൾ ആ ഓയിൽ സ്പില്ല് ഇനി നിൽക്കണമെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റുകൾ തീരുന്നത് വരെ അത് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. ടാങ്കിലുള്ള ഓയിൽ തീരുന്നവരെ നമ്മളത് പ്രതീക്ഷിക്കാം. പിന്നെ അത് മാറ്റാനുള്ള ഓപ്പറേഷൻസ് ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന്, അങ്ങനെ കേൾക്കുന്നു. അതും പക്ഷെ അത് മൺസൂൺ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ട് സാൽവേജ് ഓപ്പറേഷനിൽ. കാരണം അതിനകത്ത് ഇനിയും കണ്ടെയ്നേഴ്സ് ഉണ്ടാവണം. കാരണം ഇത് ജസ്റ്റ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നോർമൽ കപ്പലുകൾ തന്നെ പലതരത്തിലുണ്ട്. നമുക്ക് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന കപ്പല് ബൾക്ക് കാരിയർ എന്ന് പറയുന്നത് വെച്ചാൽ അത് കപ്പലിനകത്ത് തന്നെ വലിയ ടാങ്കുകളായിരിക്കും. കപ്പലിനകത്ത് തന്നെ നമ്മൾ ഈ അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കപ്പൽ വെച്ചാൽ അത് ബൾക്ക് കാരിയർ എന്നാണ് പറയുക. പിന്നുള്ളത് നമ്മൾ ഓയിൽ കാരിയേഴ്സ്, അങ്ങനത്തെ ഇത് കണ്ടെയ്നറാണ്. കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു, അപ്പോൾ ഇത് എങ്ങനെ കിടക്കുന്നു, കാരണം സാൽവേജ് അത്ര ഈസി ആയിട്ടുള്ള ഓപ്പറേഷൻ ആവുന്നില്ല. ബട്ട് വി ഹാവ് ടു, നമ്മുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ ആ സാധനം അവിടെ അടുത്ത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അത് തിരിക്കുന്ന സമയത്ത് ഈ കണ്ടെയ്നർ പൊങ്ങി വരാം. ഇപ്പോൾ അതൊരു ഇത് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, അവിടെ കുറേ കണ്ടെയ്നേഴ്സ് ലോക്ക് ചെയ്ത് പെട്ടിട്ടുണ്ടാവാം. 13 കണ്ടെയ്നേഴ്സ് ഹസാഡസ് മെറ്റീരിയൽ ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 12 എണ്ണം കാൽസ്യം കാർബൈഡ് ആണ്. അത് ഇതുവരെ കിട്ടിയതായിട്ടൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ അവർ അതിനകത്തും ആക്ച്വലി കണ്ടെയ്നറിനകത്ത് കുഞ്ഞ് സിലിണ്ടേഴ്സിലാണ് അത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഓയിൽ സ്പില്ല് നിലനിൽക്കുന്ന ഭാഗത്തെ കടൽ വെള്ളത്തിന് ഏതെങ്കിലും നിലക്ക് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമ്മൾ മത്സ്യത്തിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ അതായത് എന്ത് തരത്തിലാണ് ഇതിന് പ്രത്യാഘാതം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ. നമ്മൾ അതിൻ്റെ ഈവൻ പോളിഹെറാമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ് ഓയിൽ എന്ന് പറഞ്ഞ സംഭവം. അതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മൾ കടൽവെള്ളത്തിൻ്റെ വിസ്കോസിറ്റി കൂടിയിട്ടുണ്ട് ആ ഏരിയയിലത്തെ. ഞാൻ അതിൻ്റെ സ്പ്രെഡ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് 2 മൈൽ സ്ക്വയറിൽ നമ്മൾ ഒബ്സർവ് ചെയ്തത്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. വേറൊരു കാര്യം ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾക്ക് മൺസൂണിൽ ആയതുകൊണ്ട് നല്ല ടർബുലൻസ്, നല്ല വിൻഡ് മിക്സിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് നടന്നുകൊണ്ട് തന്നെ ആ ഓയിൽ സ്പില്ല് പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയും കൂടെ അവിടെയുണ്ട്. അത് കുറേ അങ്ങനെ നമുക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ അതേ സമയത്ത് ആ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് നല്ല ഡാമേജ് ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പോണിങ് മീനുകളുടെ പ്രജനന കാലമായതുകൊണ്ട്, പ്രത്യേകിച്ച് ആലപ്പുഴ റീജിയൻ, ആലപ്പുഴ മഡ് ബാങ്ക്, അതുപോലെയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് സ്പോണിങ് ആക്ടിവിറ്റീസ് നന്നായിട്ട് നടക്കുന്ന ഇനീഷ്യൽ സമയത്ത്, മൺസൂൺ സമയത്ത് നന്നായിട്ട് നടക്കുന്ന ഒരു ഏരിയ ആണ്. അതുമല്ല, ഒരു പ്രതിഭാസമുണ്ട് നമ്മുടെ മൺസൂൺ കാലഘട്ടത്തിൽ അവിടെ അപ്പൂലിംഗ് എന്ന് പറയും അതിന്. ആ സമയത്താണ് അപ്പൂലിംഗ് നടക്കുമ്പോഴാണ് മീനുകൾക്ക്, അതായത് അതിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താഴേക്ക് അവിടെ സർഫസിലുള്ള വെള്ളം കുറച്ച് പടിഞ്ഞാറോട്ട് ഒഴുകിപ്പോകും കാറ്റിൻ്റെ ശക്തി കൊണ്ട്. ആ സർഫസിൽ പിന്നെ സബ് സർഫസിൽ നിന്നുള്ള വാട്ടറാണ് ഓക്കുപ്പൈ ചെയ്യുന്നത്. താഴെയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ കുറേ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ട് നല്ലോണം ബയോളജിക്കൽ പ്രൊഡക്ഷൻ കൂടും. ആ സമയമാണ് ആക്ച്വലി, അതും കുറച്ച് തണുത്ത വെള്ളമായിരിക്കും. നമുക്ക് മേയിൽ ഉണ്ടായേക്കണം ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ അറേബ്യൻ സീ നല്ല ചൂടാണ്, ശരിക്കും 30-31 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ മഴക്കാലം ആകുമ്പോഴാണ് നമ്മൾക്ക് ഇത് 27, ചിലപ്പോൾ 26, 25 വരെയൊക്കെ ഇത് കുറയും. ആ സമയത്ത് ന്യൂട്രിയൻസും കൂടും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീനുകളെല്ലാം മുട്ടയിടാൻ അവിടെ മാക്സിമം, പ്രത്യേകിച്ച് നമ്മുടെ ചാളയും അയില, മറ്റേ കൊഴുവ, ആങ്കോവി എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സാധനം നമുക്ക് കമേഴ്സ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഈ ഫിഷസ് എല്ലാം മുട്ടയിടാൻ വരുന്നത് ഈ സമയത്താണ്. അതും ഇവിടെ നമ്മൾ ഈ ഷിപ്പ്രക്ക് നടക്കുന്ന സമയത്ത് ഞങ്ങൾ സാറ്റലൈറ്റ് ഡാറ്റ വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രോസസ്സ്. കൊച്ചി ടു കന്യാകുമാരി റീജിയനിൽ ശരിക്കും
അപ്പോളിംഗ് പ്രോസസ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഒരു സിസ്റ്റം ആക്റ്റീവ് ആയിട്ടുള്ള ഈ ആ പ്രജനന സമയത്താണ് കാലത്തായിരുന്നു അത് ഇത്. നടന്നത്. ആക്റ്റീവ് ആകാൻ മാത്രമല്ല അതിന്റെ അപ്പലിംഗ് ടൈം ആയിട്ടുണ്ട്. ആയിരുന്നു. പക്ഷെ അതിന്റെ കൂടെ തന്നെ നല്ല മഴയും നല്ല കാറ്റും മഴയും ഉള്ളത് കൊണ്ട് തന്നെ കറൻസ് നന്നായിട്ട് സൗത്തിലോട്ട് പോവുകയും ചെയ്തു. പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കുറേയൊക്കെ അതുകൊണ്ടാണ് കുറെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഡ്രിഫ്റ്റ് ഉണ്ടാവും, ഒത്തിരി ഫോഴ്സ് ഉണ്ടാവില്ല. അതാണ് പെട്ടെന്ന് നേഡിൽസും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തുണ്ടായിരുന്ന എല്ലാം നമുക്ക് കരയിലോട്ട് വന്നത് അതുകൊണ്ടായിരിക്കും ഈ ഫോഴ്സിങ്. അതൊരു പോസിറ്റീവായിട്ട് പറയാം. അത് പോസിറ്റീവ് എന്നല്ല, ഇതൊരു ആഘാതം സാഹചര്യം. കുറച്ചുന്നുള്ളത്. ഇതൊരു സാഹചര്യം. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഇക്കോസിസ്റ്റം ഡാമേജ് ഇപ്പുറത്തെ സൈഡിൽ ഡാമേജ് കോസ്റ്റൽ ഡാമേജ് മാത്രമല്ല, അതുകൊണ്ട് ശരിക്കും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ ഡാമേജ് ആണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ചാളയും മായിലയും എല്ലാം നമ്മുടെ ട്രഡീഷണൽ എന്ന് വെച്ചാൽ നമ്മളെ ട്രഡീഷണൽ ഫിഷർമാന്റെ മെയിൻ ടാർഗറ്റ് സീസൺ സമയം കൂടിയായിരുന്നു. അത് അവിടെ അത് വളരെ കാര്യമായിട്ട് തന്നെ അതിനെ ബാധിച്ചിട്ടുണ്ട്. അവരുടെ ഫിഷറിനെ തന്നെ കാര്യമായിട്ട് ബാധിച്ചു എന്ന് പറയുന്നത് അതിനെ നേരിട്ട് ബാധിച്ച കൂടാതെ നമ്മൾ ആൾക്കാർ പാനിക്കായി മീൻ കഴിക്കാതായി കുറെ നാൾ. ഈവൻ കണ്ണൂര് കാസർഗോഡ് ഉള്ളവര് പോലും മീൻ കഴിക്കുന്നില്ല. ഞാനും മാത്രമല്ല, ഞാനിപ്പോ ഈ വിഷയം സംസാരിക്കുന്നതിന്റെ ഭാഗമായി 1-2 ഫിഷർമാൻ ലൈക്ക് ആളുകളായിട്ട് സംസാരിച്ച സമയത്ത് അവരിപ്പോഴും പറഞ്ഞ കാര്യം, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളുകളായിട്ട് സംസാരിച്ചു, അവര് പറയണത് ഇപ്പോഴും മത്സ്യം വാങ്ങാൻ പഠിക്കുന്ന ആളുകളുണ്ട്. അവര് പറയുന്ന കാര്യം, ഇപ്പോഴും നിങ്ങള് ഓൾറെഡി വിഷമുള്ള മീനാണ് നിങ്ങൾ തരുന്നത്, അതിന്റെ പുറമെ ഇപ്പൊ കടലിനെ വിഷം വരുന്നതാണ് അവര് പറയുന്നത്. പക്ഷെ ആ പാനിക്കായിട്ടുള്ള വാർത്ത ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് മീനിന് ഡിമാൻഡ് കുറഞ്ഞിട്ടും കടലിൽ പോവാത്ത ഫിഷർമാനുണ്ട്. അതായത് എഫക്റ്റീവ്ലി സീഡേഴ്സും കുറഞ്ഞു, ഫിഷർമാന്റെ സീഡേഴ്സും കുറഞ്ഞു. അതുപോലെ ഇതുപോലെയുള്ള അവരുടെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ ഒരു തുടർ നടപടി എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ? ഇപ്പൊ നമ്മള് ഈ റിപ്പോർട്ട് ഞങ്ങളുടെ പ്രൊസീജിയർ പറയാറ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹയർ അപ്പ് ഡയറക്ടർ, അത് കഴിഞ്ഞ സെക്രട്ടറി ആണ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, ഇവരെ ഞങ്ങൾ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മളിത് മറ്റുള്ള ഭാഗത്തുള്ള ആൾക്കാരെ വെച്ചാൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ്, കേരള പൊല്യൂഷൻ, പിന്നെ ചീഫ് സെക്രട്ടറി കേരള സ്റ്റേറ്റ്, അവർക്ക് നമ്മൾ നമ്മുടെ ഈ കണ്ടെത്തലുകൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ്. അവർ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. വെച്ചാൽ ഒരേ സമയം നമ്മളിപ്പോൾ കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇത് ഒരു എവിഡൻസ് ആയിട്ട് വെക്കാൻ പറ്റും. ഒഫീഷ്യൽ റിപ്പോർട്ട് എന്നുള്ള നിലക്ക്, കാരണം അത് ക്ലിയർ ആയിട്ട് അത് നമ്മളിപ്പോൾ ഈവൻ സാമ്പിളിങ് നമ്മൾ അന്ന് 10 ദിവസം സാമ്പിളിംഗ് ആണ് ചെയ്തെങ്കിൽ പോലും നമുക്ക് ഇത്രയും കാലതാമസം എടുത്ത് നമുക്ക് റിപ്പോർട്ട് ആവാമേ. കാരണം അത്രയും അനാലിസിസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത്രയും ഡേറ്റ നമ്മൾ ഇതിനകത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈവൻ സാൽവേജിങ് കുറച്ചും കൂടി ഫാസ്റ്റ് ചെയ്യാൻ, എത്ര വേഗത്തിൽ അത് ആ സാധനം മാറ്റാം ഉള്ള പ്രൊസീജിയറിലോട്ട് അവർക്ക് കടക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള കമന്റ് പറയാൻ പറ്റില്ല. പിന്നെ പാനിക് ആവുന്ന കാര്യം, അത് എപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫിഷ് കഴിക്കാനുള്ള പേടി. അത് അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം ഇല്ല എന്ന് നിങ്ങൾ വളരെ തറപ്പിച്ച് പറയുന്നു. പക്ഷെ ഇനി വരുന്ന ഫിഷറിയിൽ നമുക്ക് അതിൻ്റെ ഒരു കുറവുകൾ ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ആ സമയത്തുള്ള ഫിഷർമാൻ്റെ ഫിഷറിയിൽ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് സോഷ്യലായിട്ടും ബാധിച്ചിട്ടുണ്ട്, അവർക്ക് അവിടെ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട് എക്കണോമിക്കലായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് ഇനി അടുത്ത വർഷത്തെ പ്രജനനത്തിന് പോലും ഞങ്ങൾ റിക്രൂട്ട്മെന്റ് എന്താ പറയുന്നത്, നമ്മളൊരു ഇനി അതിലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഫിഷർമാനെ സംബന്ധിച്ചത്, സർവൈവിംഗ് സ്റ്റേജ് എന്നുള്ളത്. അതുകൂടാതെ ഇപ്പം നമ്മൾ വേറെ കണ്ടിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നേരിട്ട് നമ്മളെ ബാധിക്കില്ല എങ്കിലും അവിടെ താഴെയില്ല സെഡിമെന്റിൽ കാണുന്ന, നമുക്ക് ഇവിടെ ഇതില്ല, നമ്മുടെ എന്താ വോംസ് ഇല്ല, എർത്ത് വോംസ്, അതുപോലെയുള്ള ഓർഗാനിസംസ് അടിത്തട്ടിലുണ്ട്. അതിന് പോളിക്കീറ്റ്സ്, അങ്ങനെ ബന്ധിക് ഓർഗാനിസം. അതാണ് സത്യത്തിൽ നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയുടെ ബാലൻസ്, ഡീകമ്പോസിഷൻ പ്രോസസ്സിനെല്ലാം എനേബിൾ ചെയ്യുന്നത് അവരാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ 5th സാമ്പിൾ എടുത്തപ്പം നമുക്ക് അവിടെ നോർമലി ഉള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു 35ഓളം സ്പീഷീസ് അവിടെ നോർമലി കാണുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സെയിം ലൊക്കേഷൻ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് ഇതൊന്ന്
കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും അവിടെ പക്ഷെ ചെല്ലുന്നത്. നമ്മൾ അപ്പൊ അതിന് ട്രാവലിംഗ് പറഞ്ഞ കൊടുത്താൽ മനസ്സിലാവും. നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്റ്റേഷൻസ് കവർ ചെയ്ത് അങ്ങ് കന്യാകുമാരി വരെ പോയി, തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്തും സെയിം ട്രക്ക് ഏരിയയിൽ നമ്മൾ സാമ്പിൾ എടുത്തു. ആ സാമ്പിളിലെ ഓർഗാനിസം ഇപ്പോൾ 35 എന്നുള്ളത് ഇറ്റ് ബിക്കം 5 nine- 9 nine, ഗണ്യമായ കുറവിനെ സംഭവിച്ചിട്ടുണ്ട്. അത്രയും അതായത് സ്പീഷീസ് ആണ് ഇല്ലാണ്ടായി. community, Yes. ഒരു അപ്പൊ shift എണ്ണം ഉണ്ടായി. എന്നുള്ളത് നമ്മൾ അല്ല. നോക്കിയേ വേണ്ട. വേണ്ട. അതായത് ഇനങ്ങളുടെ കുറവ് തന്നെ And അത്രയുണ്ട്. അതെ, ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഷിഫ്റ്റ് സംഭവിച്ചേക്കുന്നത് ഇപ്പം നോർമലി ഉണ്ടാവുന്ന ഓർഗാനിസം ആണ് ആദ്യത്തെ വിസിറ്റിൽ കണ്ടത്. പക്ഷെ സെക്കൻഡ് ടൈം നോക്കിയപ്പം ഇതെല്ലാം ഒരു പൊല്യൂഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം മാത്രമാണ് അവിടെ സർവൈവ് ചെയ്തിരിക്കുന്നത്. ഈ 9 എണ്ണവും ആക്ച്വലി 9 എണ്ണത്തിൽ മാക്സിമം പൊല്യൂഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നോർമലി നമ്മളൊരു ഇതുപോലെയുള്ള എന്താ പറയുക, ഇപ്പം നിയർ ബൈ എന്തെങ്കിലും ഒരു നമ്മുടെ എണ്ണപ്പാടം അല്ലെങ്കിൽ ഏതെങ്കിലും ഷിപ്പിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്ന പോർട്ട് അങ്ങനെയുള്ള ഒത്തിരി പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഓർഗാനിസമാണ് അവിടെ കണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ജിനോമിക് അനാലിസിസ് ചെയ്തിരുന്നു വാട്ടറിൻ്റെ. അതിലും ആക്ച്വലി ബാക്ടീരിയൽ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞപ്പം ഈ റക്കിൻ്റെ ഏരിയയും അത് കൂടാണ്ട് കുറച്ച് സൗത്തിലോട്ടും എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം ഏരിയ വരെയുള്ള സാമ്പിൾ, വാട്ടർ സാമ്പിളിൽ ഇതുപോലെ ഓയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഓയിലിൽ ത്രൈവ് ചെയ്യാൻ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ ത്രൈവ് ചെയ്യാൻ പറ്റിയ ബാക്ടീരിയാസ് ആണ് അവിടെ കണ്ടത്. അതിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷെ ഇതിന് വേറൊരു പോസിറ്റീവ് ഇതുണ്ട്, ഇതൊരു ബയോറിയാക്ടറും കൂടിയാണ്. ഓയിലിനെ ബയോ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അവിടെ. പക്ഷെ എന്നാലും ഇതൊക്കെ എന്ന് വെച്ചാൽ എത്രത്തോളം ഇത് ഏരിയയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ശരിക്കും ഒരു സെൽഫായിട്ട് പല രീതിയിലും ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പാക്ട് നമ്മുടെ ആംഗിളിൽ നോക്കുമ്പോൾ നന്നായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ഒരു പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ ഹൈട്രോഫിക് ലെവലിലുള്ള ഇമ്പാക്ട് എന്ന് പറഞ്ഞില്ല, അതിപ്പോ നമ്മൾ ഫുഡ് വെബ് കൂടി ട്രാൻസ്ഫർ ചെയ്ത് പോവാതെ ഡയറക്റ്റ് അത് കൺസ്യൂം ചെയ്യുന്ന ഇപ്പം സീ ബേർഡ്സ്, ഇപ്പൊ വെയിൽസ്, അല്ലെങ്കിൽ അതുപോലെയുള്ള മാമൽസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫുഡ് കൺസ്യൂം ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങള് ഷിപ്പിനകത്ത് ആ ഏരിയയിൽ നിന്ന് ഒരു ബ്രൗൺ നോഡി എന്ന് പറഞ്ഞിട്ടൊരു സീ ബേർഡ് അത് ഒരു അരമണിക്കൂറോളം നമ്മുടെ ഹള്ളിൽ അത് ഉണ്ടായിരുന്നു. ഡെക്കില് വന്നിട്ട് അത് ബേസിക്കലി അതിനൊരു ക്യാരക്ടർ ഉണ്ട്. അതിന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചുള്ള എന്തെങ്കിലും അതിനൊരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അത് നേരെ നിയർ ബൈ ലൊക്കേഷനിൽ പോയിരുന്നിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അത് അതിന്റെ ബിഹേവിയർ ആണ്. നോർമലി അത് ഈ ഹ്യൂമൻസ് ഉള്ളിടത്ത് അടുത്തോട്ട് വരില്ല. പക്ഷെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ് വേറെ പല സ്ഥലത്തും. നമ്മുടെ ഇത്രയും കാലത്തെ ആക്ച്വലി വോയേജിൽ ഒരിക്കൽ പോലും ഈ ബേർഡ് നമ്മുടെ ഷിപ്പിൽ, ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഒരു 10-20 വർഷമായിട്ട് ഈ സമ്പതയിൽ ഞങ്ങൾ എല്ലാവരും നമ്മുടെ ഓഫീസിൽ മിക്ക ആൾക്കാരും സെയിൽ ചെയ്തോണ്ടിരിക്കുന്നവരാണ്. അപ്പം ഒരിക്കൽ പോലും നമ്മള് ഈ സ്പീഷീസിന് നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ സമയ കാലയളവിൽ നടന്നിട്ടുള്ള ഒരുപാട് വെയിൽ സ്ട്രാൻഡിങ്ങുകൾ ഉണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഓട്ടോപ്സി റിപ്പോർട്ട്സും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് അവൈലബിൾ ആയിട്ടില്ല. കാരണം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് തോന്നുന്നു ഞാനത് അതിന്റെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സോ അതിനും അതേ ഇതുകൊണ്ടാണോന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ബട്ട് മേ ബി ദ ചാൻസ് ഉണ്ട്. നമ്പർ കൂടുതലായിരുന്നു. ആ ഒരു ചെറിയൊരു കാലയളവിൽ 4 or 5 ഉണ്ടായിട്ടുണ്ട്. അതും ഒരു, പക്ഷെ അതേ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക, സാധാരണക്കാരന് എന്തായാലും ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഇപ്പം ഇല്ല.